എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരള PSC 2024 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 134/2024. അപ്പോൾ ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഈ ചോദ്യപേപ്പർ തീർച്ചയായും പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത്: 1. ആത്മാനുതാപം ഇടയനാടകങ്ങൾ, 2. അഭിനവ കേരളം, ആത്മവിദ്യാകാഹളം, 3. നാലാഗമങ്ങൾ ധ്യാനസല്ലാപങ്ങൾ, 4. വേദാധികാര നിരൂപണം, അരുളുന്നൂൽ. തന്നിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത്: ഓപ്ഷൻ സി 2 and 4 എന്നിവ. അഭിനവ കേരളവും ആത്മവിദ്യാകാഹളവും വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടതാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ വിഖ്യാത കൃതിയാണ്. അരുൾനൂൽ അയ്യാ വൈകുണ്ഠരുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം: ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സൈന്യവും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുണ്ടായ ചരിത്രപ്രധാനമായ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ വെച്ച് സൈന്യത്തിൻ്റെ ഭാഗമായിരുന്ന ഡിലനോയിയെ തിരുവിതാംകൂർ സൈന്യം തടവുകാരനായി പിടിച്ചു. പിന്നീട് അദ്ദേഹം മാർത്താണ്ഡവർമ്മയോട് കൂറ് പ്രഖ്യാപിക്കുകയും തിരുവിതാംകൂർ സൈന്യത്തെ ആധുനിക രീതിയിൽ പരിഷ്കരിക്കാൻ സഹായിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വലിയ കപ്പിത്താൻ എന്നും വിളിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം: ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ഓപ്ഷൻ എ ജോസഫ് നോയൽ പേറ്റൺ. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശിപ്പായി ലഹളയുടെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് കാഴ്ചപ്പാടിൽ വരയ്ക്കപ്പെട്ട ജോസഫ് നോയൽ പേറ്റൺ വരച്ച വിഖ്യാതമായ ചിത്രമാണ് ഇൻ മെമ്മോറിയം. താഴെ പറയുന്നവരിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ: ആനി ബസന്റ്, ഡേവിഡ് ഹാരെ, എസ് സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക്. തന്നിരിക്കുന്നവരിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ: ഓപ്ഷൻ ബി 1, 3, 4. തന്നിരിക്കുന്നവരിൽ ആനി ബസന്റ്, എസ് സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക് എന്നിവരാണ് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. ഡേവിഡ് ഹാരെ ഒരു സ്കോട്ടിഷ് മനുഷ്യസ്നേഹിയും ബംഗാളിലെ വിദ്യാഭ്യാസ പരിഷ്കർത്താവുമായിരുന്നു. ഹോം റൂൾ പ്രസ്ഥാനവുമായി ഇദ്ദേഹത്തിന് ബന്ധമില്ല. ഫ്രാൻസിലെ ജേക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി: ഫ്രാൻസിലെ ജേക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി ഓപ്ഷൻ സി ടിപ്പു സുൽത്താൻ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായിരുന്നു. ഫ്രഞ്ചുകാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം ശ്രീരംഗപട്ടണത്തിൽ ഒരു ജേക്കോബിൻ ക്ലബ്ബ് സ്ഥാപിക്കുകയും അതിൽ അംഗമാകുകയും ചെയ്തു. വിപ്ലവത്തിൻ്റെ പ്രതീകമായി അദ്ദേഹം ശ്രീരംഗപട്ടണത്തിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വൃക്ഷം ട്രീ ഓഫ് ലിബർട്ടി നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. 2024 ഐക്യരാഷ്ട്രസഭ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? 2024 ഐക്യരാഷ്ട്രസഭ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര ഒട്ടക വർഷം. 2024 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്. 2025 അന്താരാഷ്ട്ര സഹകരണ വർഷം, ഹിമാനികളുടെ സംരക്ഷണം, ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വിദ്യ, സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷവുമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് അടുത്തു വരുന്ന സൂര്യസമീപന ദിനം പെരിഹീലിയൻ എന്നാണ്. തന്നിരിക്കുന്നവയിൽ ഭൂമി സൂര്യനോട് അടുത്തു വരുന്ന സൂര്യസമീപന ദിനം പെരിഹീലിയൻ എന്നാണ്. ഓപ്ഷൻ എ ജനുവരി 3. ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന സ്ഥാനത്തെയാണ് പെരിഹീലിയൻ എന്ന് വിളിക്കുന്നത്. സാധാരണയായി ഇത് ജനുവരി 3 അതിനടുത്ത ദിവസങ്ങളിലോ ആണ് സംഭവിക്കുന്നത്. ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയായിരിക്കുന്ന അവസ്ഥയെ അപ്ഹീലിയൻ എന്നാണ് വിളിക്കുന്നത്. ഇത് ജൂലൈ 4 സംഭവിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ധരാതലീയ ഭൂപടങ്ങൾ ടോപ്പോ ഷീറ്റ് നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. നമ്മുടെ രാജ്യത്തിൻ്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി
ഡെറാഡൂൺ. ഇന്ത്യയുടെ ഔദ്യോഗിക മാപ്പിംഗ് ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. രാജ്യത്തിൻ്റെ പ്രതിരോധം, ഭരണനിർവഹണം, വികസനം എന്നിവയ്ക്ക് ആവശ്യമായ ഭൂപടങ്ങൾ തയ്യാറാക്കുന്നത് ഈ സ്ഥാപനമാണ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഭൂപ്രകൃതിയിലെ ഉയർച്ച താഴ്ചകൾ, നദികൾ, റോഡുകൾ, കെട്ടിടങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഭൂപടങ്ങളെയാണ് ധരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ടോപ്പോ ഷീറ്റുകൾ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, സഹ്യാദ്രിയിലെ മഹാബലേശ്വരന് അടുത്തു നിന്നും ഉദ്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? സഹ്യാദ്രിയിലെ മഹാബലേശ്വരന് അടുത്തു നിന്നും ഉദ്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? ഓപ്ഷൻ ബി, കൃഷ്ണ. മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ടത്തിലുള്ള സഹ്യാദ്രിയിലുള്ള മഹാബലേശ്വരിൽ നിന്നാണ് കൃഷ്ണ നദി ഉദ്ഭവിക്കുന്നത്. കർണാടകയിലെ കൂർഗ് ജില്ലയിലെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നാണ് കാവേരി നദി ഉദ്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ത്രയംബകേശ്വരിൽ നിന്നാണ് ഗോദാവരി നദി ഉദ്ഭവിക്കുന്നത്. ഛത്തീസ്ഗഡിലെ സിഹാവ കുന്നുകളിൽ നിന്നുമാണ് മഹാനദി ഉദ്ഭവിക്കുന്നത്. 10ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത. ഓപ്ഷൻ സി, NW3. ദേശീയ ജലപാത 3 NW3 കേരളത്തിലെ പടിഞ്ഞാറൻ തീര കനാലിലൂടെ, വെസ്റ്റ് കോസ്റ്റ് കനാലിലൂടെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ജലപാതയാണ്. ഇതിൽ ചമ്പക്കര കനാലും ഉദ്യോഗമണ്ഡൽ കനാലും ഉൾപ്പെടുന്നത്. 2016 ദേശീയ ജലപാത നിയമം അനുസരിച്ച് ഇത് കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണ്? വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണ്? ഓപ്ഷൻ ബി, അനുവാദിനി. തന്നിരിക്കുന്നവയിൽ അനുവാദിനി എന്ന പ്ലാറ്റ്ഫോമാണ് വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. മനുഷ്യ വിഭവശേഷി വികസനമായിരുന്ന ലക്ഷ്യം. വ്യാവസായിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്കു നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ, 2. തന്നിരിക്കുന്നവയിൽ 2ാമത്തെ പ്രസ്താവനയാണ് 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത്. മനുഷ്യ വിഭവശേഷി വികസനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയത് 8ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലായിരുന്നു. 1992-97 കാലയളവിലെ 8ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. 14ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? വ്യാപാര രംഗത്തുള്ള ചൈനയുടെ മുന്നേറ്റം, ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും, ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള അതൃപ്തി. തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഓപ്ഷൻ ബി, ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ, ഇൻഷുറൻസ് ബാങ്കുകൾ, മ്യൂച്വൽ സേവിങ്സ് ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ. തന്നിരിക്കുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, വാണിജ്യ ബാങ്കുകൾ. തന്നിരിക്കുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് വാണിജ്യ ബാങ്കുകളാണ്. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിൻ്റെ വക്താവ് MS സ്വാമിനാഥനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണിത്. ഹരിത വിപ്ലവം വ്യവസായ വികസനം സാധ്യമാക്കി. തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി, 1, 2, 3. തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ 1, 2, 3 ഇതിൻ്റെ വക്താവ് MS സ്വാമിനാഥനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണിത്. ഹരിത വിപ്ലവം പ്രധാനമായും കാർഷിക മേഖലയിലെ ഉൽപ്പാദന വർധനവിന് ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. വ്യാവസായിക വികസനവുമായി ഇതിന് നേരിട്ട് ബന്ധമില്ല. അടുത്ത ചോദ്യം, പാലിൻ്റെയും പയറുവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? പാലിൻ്റെയും പയറുവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? ഓപ്ഷൻ എ, 1ാം സ്ഥാനം. പാലിൻ്റെയും പയറുവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ്.
16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ സി അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ മുൻ വൈസ് ചെയർമാനും പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ അരവിന്ദ് പനഗരിയയാണ് 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി കേന്ദ്ര സർക്കാർ നിയമിച്ചത്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമ നിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി 1, 3, 4 മാത്രം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ: ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ കോളം എ ഭരണഘടനയിലെ 7ാം പട്ടികയിലെ ലിസ്റ്റുകൾ അല്ലെങ്കിൽ അവശിഷ്ടാധികാരങ്ങൾ കോളം ബി എന്നിവയുമായി യോജിപ്പിച്ചതിൽ ശരിയായവ കണ്ടെത്തുക. തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റ്, ഭൂമി സംസ്ഥാന ലിസ്റ്റ്, സൈബർ നിയമങ്ങൾ സംയുക്ത ലിസ്റ്റ്, പിന്തുടർച്ചാവകാശം അവശിഷ്ടാധികാരങ്ങൾ. ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 2 മാത്രം. തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റിൽ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ സംസ്ഥാന ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങൾ റെസ്യൂജറി പവേഴ്സിലാണ് ഉൾപ്പെടുന്നത്. പിന്തുടർച്ചാവകാശം സംയുക്ത ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. 22ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്. അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തതാണ്. അടുത്ത ചോദ്യം നോക്കാം. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അനുച്ഛേദം 75(3) പ്രകാരം മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. 91ാം ഭരണഘടനാ ഭേദഗതി മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയുടെ ആകെ അംഗസംഖ്യയുടെ 20% കവിയരുതെന്ന് വ്യവസ്ഥ ചെയ്തു. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരം ആയിരിക്കും. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 4 മാത്രം. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം 75 നിന്നും 80 വർദ്ധിപ്പിച്ചു. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. KYC എന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ്. സ്വീപ്പ് എന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയാണ്. തന്നിരിക്കുന്നവയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ തന്നിരിക്കുന്നവയിൽ 1ഉം 3ഉം മാത്രമാണ് തെറ്റായത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായപരിധി 80 നിന്നും 85 വയസ്സായി ഉയർത്തുകയാണ് ചെയ്തത്. പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും മറ്റു പരാതികളും റിപ്പോർട്ട് ചെയ്യുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പിൻ്റെ പേര് CVGIL എന്നാണ്. KYC നോ യുവർ കാൻഡിഡേറ്റ് എന്ന ആപ്പ് സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ അറിയുന്നതിനുള്ളതാണ്. അടുത്ത ചോദ്യം, 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവനകൾ ഏതാണ്? ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും
1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു. ദേശീയ തലസ്ഥാനമായ ഡൽഹി കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലും 1/3 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യുന്നു. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത സീറ്റുകൾക്ക് ഇത് ബാധകമല്ല. ഓരോ അതിർത്തി നിർണയത്തിന് ശേഷവും സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണയിക്കും. 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ഡി 2, 3 മാത്രം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 2ഉം 3ഉം പ്രസ്താവനകളാണ് 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്തത്. അടുത്ത ചോദ്യം, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? ഓപ്ഷൻ എ അനുച്ഛേദം 243 കെ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അനുച്ഛേദം 243 കെ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്. കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി റവന്യൂ വകുപ്പ് മന്ത്രി. കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയ സർവീസാണിത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് നിലവിൽ വന്നത് 2018 ജനുവരി 1-ാം തീയതിയിലാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായതാണ്. കേരളത്തിൽ നിന്നുള്ള റാംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തതേത്? ശാസ്താംകോട്ട കായൽ, വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ ഇവയൊന്നുമല്ല. തന്നിരിക്കുന്നവയിൽ കേരളത്തിൽ നിന്നുള്ള റാംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശാസ്താംകോട്ട കായൽ, വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ എന്നിവ കേരളത്തിൽ നിന്നുള്ള റാംസാർ സൈറ്റുകളിൽ ഉൾപ്പെട്ടതാണ്. സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി 1-ാം EMS സർക്കാരിൻ്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവരിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ? സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി 1-ാം EMS സർക്കാരിൻ്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവരിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ? ഓപ്ഷൻ എ സി അച്യുതമേനോൻ. സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി 1-ാം EMS സർക്കാരിൻ്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. സി അച്യുതമേനോനായിരുന്നു ഈ സമിതിയുടെ അധ്യക്ഷൻ. സംസ്ഥാന സർക്കാരിൻ്റെ മിഠായി പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുട്ടികൾക്ക് വേണ്ടി കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആരംഭിച്ച പദ്ധതി, കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതി, പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി. സംസ്ഥാന സർക്കാരിൻ്റെ മിഠായി പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി. ഏറെ പതിറ്റാണ്ടുകളിലായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന OR കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. താഴെ പറയുന്നവയിൽ ഏത് നിയോജക മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്? ഏറെ പതിറ്റാണ്ടുകളിലായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന OR കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. താഴെ പറയുന്നവയിൽ ഏത് നിയോജക മണ്ഡലത്തെയാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്? ഓപ്ഷൻ എ മാനന്തവാടി. മാനന്തവാടി നിയോജക മണ്ഡലത്തെയാണ് OR കേളു പ്രതിനിധാനം ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് ടസാർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്? തന്നിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് ടസാർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്? ഓപ്ഷൻ സി ഇന്ത്യ. തന്നിരിക്കുന്നവയിൽ ഇന്ത്യയാണ് ടസാർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏത്? കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന
ആന്തരപാളി? ഓപ്ഷൻ എ ദൃഷ്ടിപടലം. കണ്ണിലെ പ്രകാശഗ്രഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ദൃഷ്ടിപടലം. ജമുനാപാരി, സുർത്തി, മലബാറി എന്നിവ ഏത് വളർത്തുമൃഗത്തിൻ്റെ വിവിധ ഇനങ്ങളാണ്? ജമുനാപാരി, സുർത്തി, മലബാറി എന്നിവ ഏത് വളർത്തുമൃഗത്തിൻ്റെ വിവിധ ഇനങ്ങളാണ്? ഓപ്ഷൻ ബി ആട്. ജമുനാപാരി, സുർത്തി, മലബാറി എന്നിവ ആടിൻ്റെ വിവിധ ഇനങ്ങളാണ്. കുരങ്ങുപനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? കുരങ്ങുപനി KFD എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു? ഓപ്ഷൻ ഡി വൈറസ്. കുരങ്ങുപനിക്ക് കാരണമാകുന്നത് വൈറസ് ആണ്. WWFൻ്റെ ആസ്ഥാനം എവിടെയാണ്? WWFൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി സ്വിറ്റ്സർലൻഡ്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ WWF വന്യജീവി സംരക്ഷണത്തിനും പരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്നതിനുമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര സംഘടനകളിൽ ഒന്നാണ്. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് എന്ന സ്ഥലത്താണ് ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ സ്വാഭാവിക പരിസ്ഥിതി സംരക്ഷിക്കുക, വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പാണ്ടയാണ് ഈ സംഘടനയുടെ ലോഗോയിൽ ഉള്ളത്. എന്താണ് ശരണ്യ പദ്ധതി? സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി, അവിവാഹിതരായ അമ്മമാർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതി, സ്ത്രീകൾക്ക് സുരക്ഷിതമായി അന്തിയുറങ്ങാനുള്ള പദ്ധതി, നാട്ടിൽ മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കുള്ള ധനസഹായ പദ്ധതി. എന്താണ് ശരണ്യ പദ്ധതി? ഓപ്ഷൻ എ സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. വിറ്റാമിൻ B1ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. വിറ്റാമിൻ B1ൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം? ഓപ്ഷൻ ഡി ബെറിബറി. ബെറിബറിയാണ് വിറ്റാമിൻ B1ൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. സ്കർവി വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്. റിക്കറ്റ്സ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്നു. നിശാന്തത വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യമായിരുന്നത്? ഓപ്ഷൻ സി സൗദി അറേബ്യ. സൗദി അറേബ്യ ആയിരുന്നു 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത് റിപ്പബ്ലിക് ഓഫ് കൊറിയ, സൗത്ത് കൊറിയ ആയിരുന്നു. 2026 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് അസർബൈജാനാണ്. അടുത്ത ചോദ്യം. ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുവാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം. പലായന പ്രവേഗത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഒരു വസ്തുവിൻ്റെ മാസ് കൂടുതലാണെങ്കിൽ പലായന പ്രവേഗം കൂടുതലായിരിക്കും. ഒരു വസ്തുവിൻ്റെ പലായന പ്രവേഗം അതിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 km/h ആണ്. ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുവാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം. പലായന പ്രവേഗത്തെക്കുറിച്ച് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 2 മാത്രം ശരിയാണ്. ഒരു വസ്തുവിൻ്റെ പലായന പ്രവേഗം അതിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 km/s ആണ്, അവറല്ല. ഒരു ഉപകരണത്തിൻ്റെ പവർ 690 വാട്ടാണ്. അതിന് 230 വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും? ഒരു ഉപകരണത്തിൻ്റെ പവർ 690 വാട്ടാണ്. അതിന് 230 വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും? ഓപ്ഷൻ ബി 3 ആംപിയർ. കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി പാസ്കൽ നിയമം. പാസ്കൽ നിയമം അടിസ്ഥാനമാക്കിയാണ് ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത്. ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ഡി ഇലക്ട്രോൺ ഡൈനാമിക്സ്. ഇലക്ട്രോൺ ഡൈനാമിക്സുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്. പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ എൽ ഹുല്ലിയർ എന്നിവർക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്. 2024 ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഇ ഹിൻഡണും കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കുന്ന അടിസ്ഥാന കണ്ടുപിടുത്തങ്ങൾക്ക് ഭൗതിക ശാസ്ത്രത്തിലുള്ള
നൊബേൽ പുരസ്കാരം ലഭിച്ചു. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡെവോറേറ്റ്, ജോൺ എം മാർട്ടിനസ് എന്നിവർക്ക് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങും എനർജി കോണ്ടൻസേഷനും കണ്ടെത്തിയതിന് ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം, വിക്രം എസ് എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈ റൂട്ട് എയറോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പാണ് റോക്കറ്റ് വികസിപ്പിച്ചത്. റോക്കറ്റിന്റെ വിക്ഷേപണം നടന്നത് 2023 നവംബർ 18 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. വിക്രം എസ് എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി 1, 2, 4 ശരിയാണ്. വിക്രം എസ് എന്ന റോക്കറ്റ് സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈ റൂട്ട് എയറോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പാണ് റോക്കറ്റ് വികസിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. വിക്രം എസ് റോക്കറ്റിന്റെ വിക്ഷേപണം നടന്നത് 2022 നവംബർ 18 ചേരുംപടി ചേർത്തെഴുതുക. ബോയിൽ നിയമം, ഡാൽട്ടന്റെ നിയമം, അവഗാഡ്രോ നിയമം, ചാൾസ് നിയമം. PV/T സമം സ്ഥിരാങ്കം, V proportional to T, P total സമം P1 plus P2 plus P3 etc. Pn, P proportional to 1/V, V proportional to N. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ 1, 4, 2, 3, 3, 5, 4, 2. ബോയിൽ നിയമം P proportional to 1/V. ഡാൾട്ടൻ്റെ നിയമം P total is equal to P1 plus P2 plus P3 etc. Pn. അവഗാഡ്രോ നിയമം V proportional to N. ചാൾസ് നിയമം V proportional to T. താഴെ കൊടുത്തിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ശരിയല്ലാത്തവ ഏത്? ഓപ്ഷൻ സി 1 and 4. തന്നിരിക്കുന്നവയിൽ 1ഉം 4ഉമാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ശരിയല്ലാത്തവ. സാന്ദ്രീകരിച്ച ലോഹ അയിരിനെ വായുവിൻ്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ. സാന്ദ്രീകരിച്ച ലോഹ അയിരിനെ വായുവിൻ്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ സി റോസ്റ്റിംഗ്. സാന്ദ്രീകരിച്ച ലോഹ അയിരിനെ വായുവിൻ്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. ഒഗാനസോൺ എന്നത് എന്താണ്? ഒഗാനസോൺ എന്നത് ഓപ്ഷൻ സി കൃത്രിമ മൂലകം. ഒഗാനസോൺ ഒരു കൃത്രിമ മൂലകമാണ്. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023 രസതന്ത്ര നൊബേൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ്. ക്വാണ്ടം ഡോട്ട്സിൻ്റെ കണ്ടുപിടുത്തത്തിന് മൗങ്കി ബാവൻഡി, ലൂയിസ് ബ്രസ്, അലക്സി യക്കിമോവ് എന്നിവർക്കാണ് 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബേസ്, ജോൺ ജംബർ എന്നിവർ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ കൂടാതെ പ്രോട്ടീൻ ഘടനാ പ്രവചനത്തിന് 2024 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. സുസുമോ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമറിയാഗി എന്നിവർക്ക് ലോഹ ജൈവ ചട്ടക്കൂടുകളുടെ MOFൻ്റെ വികസനത്തിന് 2025 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം, മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലമനുസരിച്ച് ക്രമപ്പെടുത്തുക. തന്നിരിക്കുന്ന മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലമനുസരിച്ച് ക്രമപ്പെടുത്തുക. ഓപ്ഷൻ സി ജി ശങ്കരകുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള, MT വാസുദേവൻ നായർ. ജി ശങ്കരകുറുപ്പ് 1965 ഇന്ത്യയിൽ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഇദ്ദേഹത്തിനാണ്. SK പൊറ്റക്കാട് 1980, തകഴി ശിവശങ്കരപ്പിള്ള 1984, MT വാസുദേവൻ നായർ 1995. ഇങ്ങനെയാണ് ക്രമം വരുന്നത്. യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം. തന്നിരിക്കുന്നവയിൽ യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം ഏതാണ്?
ഓപ്ഷൻ എ ചവിട്ട് നാടകം. തന്നിരിക്കുന്നവയിൽ ചവിട്ട് നാടകം എന്ന കേരളീയ കലാരൂപമാണ് യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ളത്. കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒരു ജനകീയ കലയാണ്, ഒരു ദൃശ്യകലയാണ്, പ്രധാന വാദ്യോപകരണം മിഴാവാണ്, പച്ച, കരി, കത്തി, താടി എന്നീ വിവിധ വേഷവിധാനങ്ങളുണ്ട്. കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 2ഉം 4ഉം ഒരു ദൃശ്യകലയാണ്, പച്ച, കരി, കത്തി, താടി എന്നീ വിവിധ വേഷവിധാനങ്ങളുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ്? ഓപ്ഷൻ സി തലശ്ശേരി. തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം. താഴെ പറയുന്ന സാഹിത്യകാരന്മാരുടെ തൂലികാനാമങ്ങൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ആശാ മേനോൻ, കെ ശ്രീകുമാർ, ആനന്ദ്, എം കെ മേനോൻ, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, വിലാസിനി പി സച്ചിദാനന്ദ്. തന്നിരിക്കുന്ന സാഹിത്യകാരന്മാരുടെ തൂലികാനാമങ്ങൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1ഉം 3ഉം. ആശാ മേനോൻ, കെ ശ്രീകുമാർ, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവയാണ് ശരിയായത്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? ഓപ്ഷൻ ബി കോഴിക്കോട്. കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ഓപ്ഷൻ സി ഇഗ സ്വിയാടെക്. കോക്കോ ഗോഫാണ് 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ. വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണമേത്? തന്നിരിക്കുന്നവയിൽ വെബ് പേജ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണം ഓപ്ഷൻ ഡി HTML. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബ്ബും സ്വിച്ചും ഉപയോഗിക്കുന്നു. ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നു. ഏതു കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ. ഓപ്ഷൻ ബി എല്ലാം ശരിയാണ്. ചേരുംപടി ചേർക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ബ്രൗസർ, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, ഫയർഫോക്സ്, പ്ലോട്ടർ, ആൻഡ്രോയിഡ്, ജോയ്സ്റ്റിക്ക്. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ഡി 1 3 2 1 3 4 4 2. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ്, ബ്രൗസർ, ഫയർഫോക്സ്, ഇൻപുട്ട് ഡിവൈസ്, ജോയ്സ്റ്റിക്ക്, ഔട്ട്പുട്ട് ഡിവൈസ്, പ്ലോട്ടർ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. തന്നിരിക്കുന്നവയിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ഓപ്ഷൻ എ എം സേവനം. തന്നിരിക്കുന്നവയിൽ എം സേവനമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഓപ്ഷൻ സി ഐരാവത്. തന്നിരിക്കുന്നവയിൽ ഐരാവതാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ. 2000 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. 2000 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഓപ്ഷൻ ഡി മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണർ. 2000 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത് മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണറാണ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007 പ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007 പ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ ഓപ്ഷൻ എ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണെങ്കിൽ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും
പരിപാലനവും ക്ഷേമവും നിയമം 2007 പ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണെങ്കിൽ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആർക്ക് പരാതിക്കാരൻ ആകാം? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആർക്ക് പരാതിക്കാരനാകാം? ഓപ്ഷൻ ഡി രണ്ടും, എയും ബിയും. ഉപഭോക്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷനോ കേന്ദ്ര ഗവൺമെൻറ്റോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റോ. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നത്. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരമുള്ള ഗാർഹിക പീഡനത്തിൻ്റെ നിർവചനത്തിൽ ഇവ ഉൾപ്പെടുന്നു. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരമുള്ള ഗാർഹിക പീഡനത്തിൻ്റെ നിർവചനത്തിൽ ഇവ ഉൾപ്പെടുന്നു. ഓപ്ഷൻ ഡി രണ്ടും, എ ആൻഡ് ബി. ശാരീരികമോ വാക്കാലുള്ളതോ ആയവ, സാമ്പത്തികമായവ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ EWSന് 10% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതിയാണ് ഓപ്ഷൻ സി 103. ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? തന്നിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ സി ഉത്തര കൊറിയ. മാത്സ് ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്? Pseudonym. Which of the following is correctly spelled word? Option B, pseudonym. Pseudonym. Use an appropriate article. Yesterday I bought dash yellow shirt. Yesterday I bought dash yellow shirt. Option A. Yesterday I bought a yellow shirt. Find out one word for emergency procedure to revive someone to consciousness. Find out one word for emergency procedure to revive someone to consciousness. Option D, resuscitation. 84ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്. അടുത്ത ചോദ്യം, റിപ്പോർട്ട് ദ ഫോളോയിങ് സെൻറ്റൻസ്. സെലിൻ സെഡ് I drink a cup of coffee every morning. Selin said, I drink a cup of coffee every morning. Report this sentence. Option D. Selin said that she drinks a cup of coffee every morning. Identify the underlined words with correct parts of speech. We had an expensive and delicious dinner at Italian restaurant. Italian is the underlined word. Option A, adjective. Choose the correct question tag. None of the family members have come to the party. Dash question mark. None of the family members have come to the party. Option C, have they? None of the family members have come to the party. Have they? Complete the following sentence using a suitable phrasal verb meaning postpone. The committee voted to dash the proposal for further consideration. Option D, stand over. The committee voted to stand over the proposal for further consideration. Find out the meaning of the idiom underlined. She refused to be led by the nose. To be led by the nose. Option B, to be submissive. Which of the following words is opposite the word petrified? Petrified. Opposite. Option C, brave. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ.
ശരിയായ പദം കണ്ടെത്തുക. അതിഥി. ഓപ്ഷൻ സി അതിഥി. നീചം എന്ന പദത്തിൻ്റെ വിപരീതം കണ്ടെത്തുക. നീചം വിപരീതം. ഓപ്ഷൻ എ ഉച്ചം. കാലത്തിന് യോജിച്ചത് ഒറ്റപ്പദമേത്? കാലത്തിന് യോജിച്ചത് ഓപ്ഷൻ ബി കാലോചിതം. രക്തം പര്യായപദമേത്? തന്നിരിക്കുന്നവയിൽ രക്തത്തിൻ്റെ പര്യായപദം ഓപ്ഷൻ എ രുധിരം. എള്ളു കീറുക ശൈലിയുടെ അർത്ഥം എന്താണ്? എള്ളു കീറുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ സി കർശനമായി പെരുമാറുക. സിംഹി പുല്ലിംഗപദമേത്? സിംഹി പുല്ലിംഗപദം ഓപ്ഷൻ എ സിംഹം. പ്രൊബേഷൻ ശരിയായ മലയാള പരിഭാഷ എന്ത്? പ്രൊബേഷൻ എന്ന വാക്കിൻ്റെ ശരിയായ മലയാള പരിഭാഷ ഓപ്ഷൻ എ നിരീക്ഷണ ഘട്ടം. വരികടോ പിരിച്ചെഴുതുക. വരികടോ എന്നത് പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ വരിക പ്ലസ് എടോ. പൂജക ബഹുവചനമേത്? മടിയർ, വൈദ്യർ, പണക്കാർ, മിടുക്കർ. തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനമേതാണ്? ഓപ്ഷൻ ബി വൈദ്യർ. വിൺ പ്ലസ് സ്ഥലം ചേർത്തെഴുതുക. വിൺ പ്ലസ് സ്ഥലം ഓപ്ഷൻ എ വിണ്ടലം. കേരള PSCയുടെ ഫൈനൽ ആൻസർ കീ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.